الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരെ, നമ്മുടെ നിലയാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വിളംബര ബൈക്ക് റാലിയുടെ തുടക്കമാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ മഹലിൽ പൂർവ്വികരായി ഇവിടെ നമുക്കൊക്കെ എല്ലാം മാതൃകയായിട്ട് പോന്നിരുന്ന കൊച്ചുകോയത്തങ്ങളടക്കമുള്ള പൂക്കോയത്തങ്ങൾ, മുത്തുണ്ണിത്തങ്ങൾ, കുഞ്ഞിത്തങ്ങളടക്കമുള്ള ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഈ പരിപാടികൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇതിൻ്റെ ഈ റാലി കഴിയുന്നത് വരെ പൂർണ്ണമായും എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതുമായി സഹകരിച്ച് ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ദുആക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദും സ്വാമിമാരുടെ സാന്നിധ്യത്തിലാണ് എല്ലാവരെയും. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട നൗഷാദൊക്കെയാണ്. IFS ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ദുആക്ക് ഉസ്താദിനെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة إنا إلى حضرة النبي محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين، خصوصا منهم إلى حضرات ساداتنا البدريين واللحديين والخندقيين والتبوكيين وسائر الصحابة والصحابيات كلهم أجمعين، إلى حضرات ساداتنا الذين دفنوا في هذه البقعة المباركة. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم أعد درجاتهم في الجنة. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف أمراضنا ودفع بلياتنا يا رب العالمين. اللهم بارك لنا في كل أمورنا خصوصا في أمرنا هذا وفي سفرنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم كن لنا صاحبا في سفرنا وخليفة في أهلنا ومالنا وتمس على وجوه أعدائنا. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. اللهم ارزقنا محبة النبي صلى الله عليه وسلم. اللهم ارزقنا شفاعة نبيك محمد صلى الله عليه وسلم. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين. ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رحمنا يا خالق يا رازق يا الله. പരിശുദ്ധ റബീഉൽ അവ്വലിൽ നബിദിനത്തിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ട് ഈ മഹലിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ബൈക്ക് റാലിയുമായി പോകാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്. മഹാന്മാരായ സാദാത്യങ്ങളുടെ ഹളറത്തിൽ വന്ന് ഞങ്ങൾ തുടക്കം കുറിക്കുന്ന ഞങ്ങൾ ഓതിയത് ഇവരുടെ ഹളറത്തിൽ
സ്വർഗത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരുടെ ദറജകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അവരുടെ മദദിനെ, അവരുടെ തിരുനോട്ടത്തെ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഈ യാത്ര നീ സ്വീകരിക്കുകയും ഈ മഹല്ലിൽ നബിദിനത്തിന്റെ വിളംബരം അറിയിക്കാൻ ഇതിലൂടെ നീ വഴിയൊരുക്കി തരികയും ചെയ്യണമേ റഹ്മാനെ. തുടർന്ന് നടക്കുന്ന നബിദിനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നടത്തിത്തരണമേ റഹ്മാനെ. അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് നീ വലിയ പ്രതിഫലം നൽകണമേ റബ്ബേ. സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നിന്റെ സഹായവും സംരക്ഷണവും നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈ മഹല്ലിന്റെ ഐക്യവും ഐശ്വര്യവും വിളംബരം ചെയ്യുന്ന നല്ല റാലിയാക്കുകയും നാളത്തെ പരിപാടികളൊക്കെ ഭംഗിയാക്കി തരികയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലിലെ കാര്യങ്ങളിലൊക്കെ നിന്റെ പ്രത്യേക തിരുനോട്ടവും സംരക്ഷണവും നൽകണമേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. സ്നേഹധന്യരായ സഹോദര രക്ഷിതാക്കളെ, പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് പന്നിത്തടം മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നബിദിന സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ നബിദിന പരിപാടിയുടെ വിളംബരം അറിയിച്ച് നമ്മുടെ മഹല്ലിന്റെ ഓരോ സ്ഥലങ്ങളിലേക്കും ബൈക്ക് റാലിയായി നമ്മൾ പുറപ്പെടുകയാണ്. ഈ ബൈക്ക് റാലി നബിദിന ആഘോഷത്തിൻ്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ളതാണ്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഓരോ പോയിന്റിലും ഇൻഷാ അല്ലാഹ് പ്രത്യേകമായ സന്ദേശം നൽകലുണ്ടായിരിക്കും. ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഈ മഹല്ലിന് അഭിമാനമായ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ നിന്ന് ഉന്നത സ്ഥാനത്തിരുന്ന് റിട്ടയർമെൻറ്റും ചെയ്ത പ്രിയങ്കരനായ നൗഷാദ് ഖയാണ്. അദ്ദേഹം നമ്മുടെ മഹല്ലിൻ്റെ പ്രസിഡന്റും ഈ ജാഥയുടെ ക്യാപ്റ്റനുമായ സിംല ഹസൻ സാഹിബിന് പതാക കൈമാറിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ആദരപൂർവ്വം അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ക്ഷണിക്കുന്നു. യാത്രയുടെ ക്രമീകരണത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ VS അബൂബക്കർ സാഹിബ് നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് അച്ചടക്കത്തോടെ ഇസ്ലാമിക ചിട്ടയോടുകൂടി എല്ലാവരും ഈ യാത്രയിൽ അണിനിരക്കണമെന്ന് അറിയിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായവും സംരക്ഷണവും അള്ളാഹുവിടെ നീളം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഒരു മഹത്തായ സംരംഭത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നബിയുടെ സന്ദേശം പന്നിത്തടത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇത് സഹോദരത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശമാണ്. എല്ലാ രംഗത്തും ഈ സന്ദേശം എത്തിക്കണമെന്ന് വിഹിതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റാലി ഒരു റാലിയായിട്ടാണ്, ഒറ്റ നിലയിലാണ് റാലി പോകേണ്ടത്. ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യരുത്. ഇവിടുന്ന് പോകുന്ന ക്രമീകരണത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ വണ്ടികൾ ഓടിക്കാവൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇവിടുന്ന് തുടങ്ങി ആദ്യം പോകുന്നത് ദുബൈ റോഡ് വഴി നീണ്ടൂര് ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസയിലാണ്. അവിടെ ഒരു സ്വീകരണം ഉണ്ട്. അത് കഴിഞ്ഞ് ചെറിയൊരു സന്ദേശം ഇൻഷാ അല്ലാഹ് സദുസ്താദ് അവിടെ കൊടുക്കും. അതിനുശേഷം നമ്മൾ തങ്ങൾപ്പടി വഴി തിരിഞ്ഞ് വീണ്ടും പന്നിത്തടത്തെത്തി അൽഅമീൻ ഹോസ്പിറ്റൽ വഴി മരത്തങ്കോട് സ്കൂൾ വഴി കയറി AKG നഗറിൽ നമുക്ക് അവിടെ ഒരു സ്വീകരണം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമ്മുടെ മുസമ്മിൽ അൻവരി ഉസ്താദ് സന്ദേശം നൽകും. അത് കഴിഞ്ഞ് അവിടുന്ന് ബദരിയ മസ്ജിദിൽ നമ്മളവിടെ ഒരു സ്വീകരണം ഉണ്ട്. അവിടെ നമുക്ക്
നമ്മുടെ തെർബിയത്തിലെ LKG മദ്രസയിലെ സദർ മൗലവി ഖാജ ഹുസൈൻ അഷറഫിയാണ് അവിടെ സന്ദേശം നൽകുന്നത്. അതിനുശേഷം കുറ്റിയാട് മദ്രസയിൽ നമ്മൾ സ്വീകരണമുണ്ട്. അവിടെ നമ്മുടെ SP ഉമർ മൗലവി സന്ദേശം നൽകും. അതിനുശേഷം ചെറുമനേങ്ങാട് വഴി നേരെ നമ്മൾ പന്നിത്തടത്തെത്തി സമാപിക്കും. ഇൻഷാ അല്ലാഹ് മുന്നിൽ ഒരു റൂട്ട് മേക്കർ എന്നുള്ള നിലയിൽ ആണ്ടിയത്ത് മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഷമീർ PK, ലത്തീഫ് തുടങ്ങിയ 2-3 ആളുകൾ നമ്മൾ അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി റൂട്ടുകൾ സെറ്റ് ചെയ്ത് പോകേണ്ട വണ്ടികളെ തിരിച്ചുവിട്ട് അവർ കാര്യങ്ങൾ ക്രമീകരിക്കും. അനൗൺസ്മെന്റ് വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ജാഥ ക്യാപ്റ്റൻ ഹസൻ സാഹിബിന്റെ വണ്ടി ഉണ്ടാവും. അതിന്റെ ബാക്കിലായി ഉസ്താദുമാര് ഉൾക്കൊള്ളുന്ന ഒരു കാറ്, അതിന്റെ ബാക്കിലായിട്ടാണ് വാഹനങ്ങൾ, ബൈക്കുകൾ അണിനിരക്കേണ്ടത്. സൈക്കിൾ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ആയിരിക്കണം അത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ശ്രദ്ധിക്കുന്നു, അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പാരിന്റെ പിറവിക്ക് ഹേതുകമായി പരിപാലകനഹദിന്റെ പ്രിയ ഹബീബായി പരിശുദ്ധ മക്കയിൽ പിറന്നു വീണ പതിത പരകോടികളുടെ പ്രണയപാചനമായ പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങളുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പന്നിത്തടം മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അതിമനോഹരമായ വാഹന റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ, സർവേശ്വരന്റെ സകല സൃഷ്ടികളും ശ്രേഷ്ഠരായി സത്യമതത്തിന്റെ സൗഭാഗ്യ സൗരഭ്യമായി സർവരിലും സ്നേഹസുഹൃതം സന്നിവേശിപ്പിച്ച സിറാജുൽ മുനീർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങളുടെ വിളംബരം അറിയിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അതിമനോഹരമായ വാഹന റാലിയാണ് ഈ വഴിക്കാരിയെ ധന്യമാക്കി ഇതുവഴി പന്നിത്തടത്തിന്റെ തിരുനെറ്റിയിലൂടെ ഈമ്പൂർ ഇസ്ലാം മദ്രസ അമ്പലത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ അർപ്പിക്കുക. ഇത് ബൈക്ക് നാളെ മറ്റേ റാലി, വലിയ റാലി. നാളെ 900 റാലി ഉണ്ടാവും. റാലി വരുന്നത് സൂപ്പർ. എവിടെ വണ്ടി വരുന്നേ പിന്നിലാവൂലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അതിമനോഹരമായ മീലാദ് വിളംബര വാഹന റാലിയാണ് ഈ വഴിക്കാരയെ ധന്യമാക്കി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ,
എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയിൽ സ്വർഗ മുന്നിൽ നിൽക്കണോ ആർക്കാരണ والصلاة والسلام على رسوله المصطفى وعلى آله وصحبه الشرفاء أما بعد ആദരണീയരായ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്രതിനിധികളെ, നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ ഖാദിമീങ്ങളെ, പ്രിയപ്പെട്ട പ്രവാചക സ്നേഹികളെ, പന്നിത്തടം മഹലിന്റെ നബിദിന ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി നീണ്ടൂര് ഖിദ്മത്തുൽ ഇസ്ലാം അങ്കണത്തിൽ എത്തിയിരിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ നാളെ നടക്കുന്ന നബിദിന സ്നേഹ റാലിയിലേക്ക് മുഴുവൻ നല്ല മനസ്സുകളെയും ക്ഷണിക്കാനും വേണ്ടിയാണ് ഈ ആശിക്യങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുത്തുനബിയുടെ ജീവിതം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, അവിടുന്ന് ഒരു ഭർത്താവിൻ്റെ റോളിൽ തികച്ചും അവിടുത്തെ ഭാര്യമാരോട് പെരുമാറിയിരുന്നത് അത്ഭുതകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പോലും തന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് ദേഷ്യപ്പെടാൻ അവിടുന്ന് പ്രവാചകൻ സമയം കണ്ടിട്ടില്ല. എന്തിനധികം പറയുന്നു, അവിടുത്തെ വേദനിപ്പിക്കുന്ന വാക്ക് പോലും മുത്തുനബി പറഞ്ഞിട്ടില്ല. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പിണക്കം പോലും അവിടുന്ന് ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ദാമ്പത്തിക ജീവിതം നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള അതിസുന്ദരമായ പ്രമേയം മുത്തുനബിയുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ട് ഇവിടുത്തെ കുടുംബ ജീവിതം രസകരമാകണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ആ പ്രവാചകന്റെ 1499 ജന്മദിന വേളയിലാണ് നാമൊക്കെ ഉള്ളത്. അവിടുത്തെ അവദാനങ്ങൾ പാടിപ്പറയാനും അവിടുത്തെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഇത് ഒരു അവസരമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്നേഹോഷ്മളമായിരിക്കുന്ന ഈ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാഥ ക്യാപ്റ്റൻ ബഹുമാനായ മഹല്ല് പ്രസിഡന്റ് ഹസൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമ്മുടെ ഇന്നത്തെ വിളംബര റാലിക്ക് നീണ്ടൂർ മദ്രസ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് ഒറ്റവാക്കിൽ കമ്മിറ്റി ഭാരവാഹികൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം നാളെ നടക്കാൻ പോകുന്ന രാവിലെ 8 മണിക്ക് തന്നെ പന്നിത്തടം സെന്ററിൽ നിന്നും മദ്രസ ജമാഅത്ത് പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലിയിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണം, അതൊരു വൻ വിജയമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ വാഹന റാലി അടുത്ത സ്ഥലമായ AKGയിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും ഇതിനെ അനുഗമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങൾക്ക് പന്നിത്തടം മഹല്ലിൽ ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മീലാദ് വിളംബര വാഹന റാലിയാണ് ഈ വഴിപ്പാതയെ ധന്യമാക്കി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ അർപ്പിക്കുക. പ്രിയമുള്ളവരെ,
1499 ജന്മദിനാഘോഷങ്ങൾ സ്വീകരണ കേന്ദ്രമായ AKG നഗർ തർബിയത്തുൽ അത്ഫാൽ മദ്രസ അങ്കണത്തിലേക്ക് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അനുമോദിക്കുക പ്രിയമുള്ളവരെ. മനുഷ്യത്വ മനോഹാരിതയും മഹോന്നത മാതൃകയാൽ ആലോകമാനസകങ്ങളിൽ മഹാത്മ്യത്തിന്റെ മഹിത സുഹൃതം ചൊരിക്കാൻ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന അതിമനോഹരമായ വാഹന റാലിയാണ് ഈ വഴിത്താരിയെ ധന്യമാക്കി ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ. ഇന്ന് അസർ നിസ്കാരത്തിന് ശേഷം പന്നിത്തടം കേന്ദ്ര ജുമാഅത്ത് പള്ളി അങ്കണത്തിൽ നിന്ന് റിട്ടയർ IFS ഉദ്യോഗസ്ഥൻ ജനാബ് നൗഷാദ് സാഹിബ് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രയാണം ആരംഭിച്ച അതിമനോഹരമായ വാഹന റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് ജനാബ് സിംല ഹസൻ സാഹിബിന്റെയും മഹല്ലിലെ ആത്മീയ നേതൃത്വം ബഹുമാനപ്പെട്ട മുഹമ്മദ് സാലിഹ് അൻവരി ചെകവിനോ മുഹമ്മദ് അലി ലത്തീഫി എന്നീ പണ്ഡിതരുടെ ആത്മീയമായ നേതൃത്വത്തിൽ ഈ വഴിത്താരയെ ധന്യമാക്കി വണ്ടി ബ്ലോക്കാക്കണം, വണ്ടി ബ്ലോക്കാവണം, എവിടേക്ക്? السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, ഈ പ്രൗഢ ഗംഭീരമായ ബൈക്ക് റാലിയുടെ ക്യാപ്റ്റൻ അടങ്ങുന്ന സംഗമിച്ച പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഹിയുദ്ദീൻ മസ്ജിദിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, AKG നഗറിന്റെ കർമ്മവീരരായ ചുണക്കുട്ടികളായ സഹോദരങ്ങളെ, ഈ പ്രൗഢമായിരിക്കുന്ന സന്ദേശം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പലി മാനത്തുദിച്ചത് മുതൽ കോടാന് മുസൽമാന്റെ ഹൃത്തടങ്ങളിൽ അങ്കുരിക്കുന്ന നാമധേയത്തിന്റെ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വലിന്റെ പൊന്നമ്പളി കത്തുന്നത് മുതൽ പരിശുദ്ധരായിരിക്കുന്ന പ്രവാചക പ്രേമി മുഴുവനും റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോൾ വല്ലാത്ത ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആഴക്കടലുകൾ തീർക്കുകയാണ്. അതിന്റെ നോളം പന്നിത്തടം മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ വ്യത്യസ്തമായ പരിപാടികൾ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട യുവാക്കളും കമ്മിറ്റി ഭാരവാഹികളും സഹോദരങ്ങളും സംഗമിച്ച ബൈക്ക് റാലിയാണ് ഈ ധന്യ മുഹൂർത്തമായ മുഹിയുദ്ദീൻ മസ്ജിദ് AKG നഗറിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും മാതൃകയോഗ്യമായ ജീവിതമായിരുന്നു. പ്രവാചക പ്രഭുവിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പല അധ്യാപനങ്ങളും ഇന്ന് ലോകം മുഴുവനും വികൃതമായി ചിത്രീകരിക്കുമ്പോൾ
എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സജ്ജിതരായ സ്വഹാബത്തുൽ കിറാം ഇരിക്കുമ്പോൾ ഒരു ചടമിങ്ങോ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കുകയാണ്. കണ്ട സ്വഹാബത്തുൽ കിറാം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അതൊരു ചൂതനായ മനുഷ്യന്റെ ശവശരീരമാണ് നബി, അങ്ങ് എന്തിനാണ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞപ്പോ പ്രവാചക പ്രഭു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സജ്ജിതരായ സ്വഹാബത്തുൽ കിറാമിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബത്തെ, അതൊരു മനുഷ്യനാണെന്നുള്ള മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കറുകറുത്ത ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയും വെളുത്തു തുടുത്ത സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈയും പിടിച്ച് ഇത് ഇസ്ലാമിൽ ഒന്നാണെന്ന് ലോകത്തിനോട് പ്രഖ്യാപിച്ച പ്രഭു നബി മുഹമ്മദ് മുസ്തഫ, ഓരോ പാത്രത്തിലും അവരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച സഹോദര്യത്തിന്റെ ഏറ്റവും മൂല്യമായ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് നൽകിയത് അവിടുത്തെ പ്രിയതമയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് അത് തന്റെ പ്രിയപ്പെട്ടവരുടെ ഭാര്യയായിരിക്കണം. മഹദിയായ ആയിഷ ബീവിയോട് തന്റെ സഹാബത്തുൽ കിറാം കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആയിഷ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവായ മുഹമ്മദ് നബിയുടെ സ്വഭാവ ഗുണത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു എന്ന് ഒരു സംശയത്തിന് ഇടർച്ച വരാതെ കണ്ട് ബഹുമതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് മറുപടി പറയുന്നുണ്ട്. ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ആണത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഇന്ന് ലോകം മുഴുവനും പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുമ്പോ, മോശമായി ചിത്രീകരിക്കുമ്പോ, പ്രവാചകരെ ഒന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിശദമായി നീട്ടി പരത്തി ഒന്നും പറയുന്നില്ല. മഹാനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വലിയ മാതൃകയോഗ്യമായ ജീവിതമായിരുന്നു നയിച്ചത്. അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിന്റെ സകല മേഖലകളിലും കൊണ്ടാടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായിരിക്കുന്ന ബൈക്ക് റാലി AKജിന്റെ പെരുമാറിൽ സംസാരിക്കാൻ വേണ്ടി ഈ വിനീതനെ നിയോഗിച്ചതിൽ വലിയ സ്നേഹവും ബഹുമാനവും വലിയ കടപ്പാടും അറിയിക്കുകയാണ്. ഈ ഊഷ്മളമായ സ്വീകരണം നൽകിയ ഇതിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് ഞാൻ ഉപസംഹാരം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വാഹനജാഥയ്ക്ക് ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജാഥയുടെ ക്യാപ്റ്റനും മഹലിന്റെ പ്രസിഡന്റ് കൂടിയായ A ഹസൻ സാഹിബ് അവരുടെ ആദരവ് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നബിദിന വിളംബര റാലി മുഹിയുദ്ദീൻ മസ്ജിദ് അങ്കണത്തിൽ എത്തിച്ചേർന്ന് നമുക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകിയ ഈ മഹലിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഈ പ്രദേശവാസികൾക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ മഹലിന്റെ ഐക്യം വിളിച്ചോതുന്ന നബിദിന മഹാറാലിയിൽ നിങ്ങളെല്ലാവരും രാവിലെ നേരത്തെ തന്നെ വന്ന് അണിചേർന്ന് വളരെ അച്ചടക്കത്തോടുകൂടി അത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിളംബര റാലി അടുത്ത സ്ഥലമായ ബദർ മസ്ജിദിലേക്ക് പോവുകയാണ്. അതിനെ എല്ലാവരും അനുഗമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണം നൽകിയതിന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കേറിക്കോ. കുഞ്ഞ കൈവാ കൊണ്ടാരം
ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന മനോഹരമായ ആപ്തവാക്യം ആലോകർക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ കാരുണ്യ പ്രവാഹകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങൾക്ക് ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മേലാട് വിളംബര വാഹന റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ ബഹുവന്യരായ ഉസ്താദ് അവറുകൾ, മറ്റ് ഉസ്താദുമാരെ, മഹത്തായ ഈ ജാഥയെ അനുഗമിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ബദർപള്ളിയുടെ കർമ്മധീരരായ കമ്മിറ്റിക്കാർ, മറ്റു നാട്ടുകാർ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തിനോടനുബന്ധിച്ച് പന്നിത്തടം മഹല്ല് കമ്മിറ്റി ഒരുക്കിയ വാഹന പ്രചരണ ജാഥയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾക്കറിയാം, ശാന്തിയും സമാധാനവും മാനുഷിക മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സമയത്ത് ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ജനതയിലേക്കാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു പ്രഖ്യാപനം നടത്തി. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. മുസ്ലിമിനെ വിളിച്ചോ മുഅ്മിനിനെ വിളിച്ചോ അല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം ഉണ്ടായത് ലോകത്ത് ജീവിക്കാൻ പോകുന്ന മുഴുവൻ ജനങ്ങളെ വിളിച്ചും കൊണ്ടും മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ഉയർത്തിയത്, ഓ ജനങ്ങളെ, നിങ്ങൾ ഇവിടെ പരസ്പരം പോരടിക്കേണ്ടവരോ കലബല കൂട്ടേണ്ടവരോ അല്ല, സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാതയിലൂടെ ചലിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഒരു തത്വമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങൾ പിൻപറ്റി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പാതയിലൂടെ ചലിക്കാൻ കഴിയുകയുള്ളൂ. നാം ഓരോരുത്തരും മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർശനങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ആളുകളായിട്ട് വക്താക്കളായി മാറണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ബൈക്ക് റാലിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ബദരിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജാഥ ക്യാപ്റ്റനും മഹല്ല് പ്രസിഡന്റ് കൂടിയായ എ ഹസൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരായ ബദർപള്ളി ഭാരവാഹികളെ, നാട്ടുകാരെ, നബിദിന സന്ദേശ റാലിയുമായി ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയ മഹല്ല് കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികളോട്
അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം നാളെ നടക്കാൻ പോകുന്ന നബിദിനാഘോഷ പരിപാടികളിൽ റാലിയിലും മുഴുവൻ ആളുകളും പങ്കെടുത്ത് ഒരു വൻ വിജയമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ വിളംബര ജാഥ അടുത്ത കുറ്റിയാട്ടിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും ജാഥയെ അനുഗമിച്ച് അങ്ങോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. സംവിധാനിച്ച് മനം നിറയെ മുത്തുനബി എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകമാകെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങൾ അത്യാഹ്ലാദപൂർവ്വം കൊണ്ടാടുമ്പോൾ പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും നബിദിനാഘോഷ സ്വാഗത സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അതിമനോഹരമായ നബിദിന വിളംബര വാഹന റാലിയാണ്. ഈ വഴിത്താരിയെ ധന്യമാക്കി ഒട്ടനവധി സ്നേഹോഷ്മളങ്ങളായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തർബിയത്തുൽ ഇസ്ലാം മദ്രസ ഫരീദ് ഹാജി റോഡ് ചെറുമനങ്ങാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, അനുമോദനങ്ങൾ നൽകുക. മനുഷ്യത്വ ബോധത്തിന് മധുരമൂർക്കുന്ന മാനവകുലത്തിന്റെ മഹിതമായ മനുഷ്യത്വമാണ് മധുരമായി പകർന്നേകിയ മുത്തു റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന നടത്തപ്പെടുന്ന നബിദിന വിളംബര റാലിയാണ് തർബിയത്തുൽ ഇസ്ലാം കുറ്റ്യാട് പ്രദേശത്ത് തഖ്വ മസ്ജിദിന്റെ പരിസരത്ത് എത്തിയിട്ടുള്ളത്. ഈ ജാഥയ്ക്ക് സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ കേന്ദ്ര മദ്രസയുടെ അസിസ്റ്റന്റ് സദർ മുഅല്ലിമും മരത്തൻകോട് റേഞ്ച് ജംബിയത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറിയുമായ SP ഉമർ മൗലവി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ആദരവുള്ള മഹല്ലിൻ്റെയും വിവിധ ബ്രാഞ്ചുകളുടെയും പ്രത്യേകിച്ച് തർബിയത്തുൽ ഇസ്ലാം മദ്രസയുടെയും മാനേജ്മെന്റ് പ്രതിനിധികൾ, ഈ ജാഥയുടെ ക്യാപ്റ്റൻ അടക്കമുള്ള ജാഥയിൽ അണിനിരന്ന പ്രവാചക സ്നേഹികൾ, പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാർ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷം ലോക മുസ്ലിമീങ്ങൾ അത്യാഹ്ലാദപൂർവം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ അസുലഭ സുന്ദര സുമോഹന മുഹൂർത്തത്തിൽ പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും അവർക്ക് ചുവടുവെച്ച് അവരോട് കൂടെ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ 1 മാസം നീളുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാവവും പ്രകൃതവും എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന നബിദിന ആഘോഷങ്ങളുടെ ഔപചാരികമായ വിളംബരം അറിയിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന നബിദിന വാഹന റാലിയാണ് ഇന്ന് അസ്ർ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മഹല്ലിനെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാദാത്യങ്ങളുടെ മഖ്ബറയിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി പ്രയാണം ആരംഭിച്ച് നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ഫരീദ് ഹാജി റോഡിലുള്ള തർബിയത്തുൽ ഇസ്ലാം മദ്രസ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സ്നേഹോഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സമയത്ത് ഈ വിളംബര റാലിയുടെ സന്ദേശമായി നിങ്ങളോട് സമർപ്പിക്കാനുള്ളത്,
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന പ്രവാചകർ വെറുമൊരു മക്കക്കാർക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രവാചകനല്ല. മറിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1,24,000-ൽ പരം അമ്പിയാക്കളെ നമുക്ക് സമ്മാനിച്ച് ഈ ലോകത്തില് ജനിച്ചു വീഴുന്ന മുഴുവൻ ആളുകളുടെയും തൗഹീദിന്റെ നേർവഴി കാണിച്ചു കൊടുക്കാൻ പൂജാതരാക്കിയ എല്ലാ പ്രവാചകന്മാരുടെയും സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ പ്രവാചകനെ മാലോകർക്ക് മുഴുവനായും ആണ് സമർപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഏതെങ്കിലും ഒരു ഇസത്തിന്റെയോ ഏതെങ്കിലും ഒരു ആദർശത്തിന്റെയോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ മാത്രമല്ല പ്രവാചകൻ. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള അടക്കമുള്ള മുഴുവൻ ശാസ്ത്ര പടുക്കളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും നവോത്ഥാന നായകന്മാരും പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ദർശനങ്ങൾ പഠിക്കാതെ അവരാരും പോയിട്ടില്ല. നമുക്കറിയാം പ്രവാചകന്റെ ജീവിതം ഇത്രമേൽ സമ്പുഷ്ടമായത്, ആളുകളെ ആകർഷിപ്പിച്ചത് അവിടുത്തെ സ്വഭാവ മഹിമയായിരുന്നു. സ്വഭാവമാണ് ഏതൊരു മനുഷ്യനെയും മറ്റൊരാളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഏക ആയുധം. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്ന ഞാനടക്കം കേൾക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി എന്ന് എപ്പോൾ മാറുമോ അന്നായിരിക്കും ഈ മതത്തിന്റെ ശാദ്വല തീരത്തേക്ക് നമ്മെ കേൾക്കുന്ന നമ്മെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇതര മതത്തിലെ സഹോദരന്മാർ പോലും ഇതിനെ നല്ല രൂപത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതല്ലാതെ എൻ്റെ പ്രവർത്തനം ഈ പരിശുദ്ധമായ മതത്തിന്റെ അനുവാചകരായി കടന്നു വന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠനങ്ങൾക്ക് അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്നെ കണ്ടിട്ടായിരിക്കും മറ്റുള്ളവർ ഇസ്ലാമിനെ വിലയിരുത്തുക. അവിടെയാണ് നമ്മുടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ ഏറ്റവും നല്ല സ്വഭാവക്കാരൻ, ഏറ്റവും നല്ല സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും ഉത്തമനായവൻ, മറ്റുള്ളവരോട് നല്ല സ്വഭാവത്തിൽ നല്ല ഹൃദയ സ്വഭാവത്തിൽ പെരുമാറുന്നവനായിരിക്കും എന്ന അധ്യാപനം നമ്മെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ പ്രാപ്തരാക്കുന്നത് എന്ന സന്ദേശം ഈ സമയത്ത് നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സർവ്വവിധ അഭിനന്ദനങ്ങളും ഇവിടെ നൽകിയതിന് എല്ലാവിധ കടപ്പാടുകളും അറിയിച്ചുകൊണ്ട് ഈ നല്ല സ്വീകരണത്തിന് വേണ്ടി ഹൃദയംഗമമായി നന്ദി അറിയിക്കാൻ ഈ ജാഥയുടെ ബഹുമാനപ്പെട്ട ക്യാപ്റ്റൻ മഹലിന്റെ പ്രസിഡന്റ് സിംല ഹസൻ കയെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ച് തൽക്കാലം നന്ദി വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ബഹുമാനം നിറഞ്ഞ ഖത്തീബ് ഉസ്താദ്, ഇവിടുത്തെ ഉസ്താദ് അടക്കമുള്ള ബ്രാഞ്ചിലെ കമ്മിറ്റി ഭാരവാഹികളെ, പൊതുജനങ്ങളെ, നമ്മുടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിളംബര റാലിക്ക് തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ നൽകിയ ഈ സ്വീകരണത്തിന് അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം നാളെ നടക്കാൻ പോകുന്ന മഹലിൻ്റെ മഹാറാലിയിൽ നിങ്ങളെല്ലാവരും അണിനിരക്കണമെന്നും കഴിയുന്നതുവരെ അതോടൊപ്പം നിന്ന് നമ്മുടെ നബിദിനാഘോഷങ്ങൾ വളരെ ഭംഗിയാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജാഥ പന്നിത്തടം സെൻട്രൽ സമാപനത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് അവിടെ വന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ആരംഭ നബിയുടെ ആദരവാക്യങ്ങൾ അർഹമായ പ്രതിവിധി അവലംബമാണെന്ന് ലോക മനസാക്ഷിയോട് ഉച്ചസ്ഥനം പ്രഖ്യാപിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന അതിമനോഹരമായ
എന്നുറക്കെ പ്രഖ്യാപിച്ച മാനവ സ്നേഹി, വിശ്വത്തെ വിശ്വാസ വിപ്ലവം കൊണ്ട് വിശുദ്ധമാക്കിയ വിശ്വവിമോചകർ, മദീനയുടെ കുളിർത്തന്നൽ, മക്കയുടെ മന്ദമാരുതൻ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് ലോക മനസ്സാക്ഷിക്ക് മുമ്പിൽ പറഞ്ഞു തീർത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവന്റെ ജാതിയോ മതമോ തിരയാതെ, അവന്റെ പട്ടിണി മാറ്റാതെ തന്റെ വയർ നിറക്കുന്നവൻ തന്റെ സമുദായത്തിൽപ്പെട്ട മെമ്പറല്ലെന്ന് മാലോകർക്ക് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ച മാനവ സ്നേഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയോ മണലാരണ്യത്തിന്റെ തെരുവീഥികളിലൂടെ ഒരു ശവമഞ്ചം പേറിക്കൊണ്ട് പോകുന്ന ശവത്തെ നോക്കിക്കൊണ്ട് അനുയായികൾ ചോദിച്ചുവത്രേ, പ്രവാചകരെ, അങ്ങെന്തിന് ആ മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്നവർക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ അതൊരു മനുഷ്യന്റെ മൃതദേഹമല്ലേ എന്ന് മാനവ സ്നേഹം പഠിപ്പിച്ച വിശ്വവിമോചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനാഘോഷങ്ങളുടെ ബലമറിയിച്ചുകൊണ്ട് നടത്തിയ വിളംബര വാഹന റാലിയാണോ ഈ പന്നിത്തലം സെന്ററിൽ സമാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹന റാലിയെ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഗത്ഭവും പ്രഭാവവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹൽ ഖത്തീബും മുദല്ലിസുമായ മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മഹത്തായ നബിദിന വിളംബര വാഹനജാഥയുടെ ക്യാപ്റ്റൻ, ഈ മഹലിൻ്റെ അധ്യക്ഷനുമായ സിംല ഹസൻ സാഹിബ്, ആദരണീയരായ കമ്മിറ്റി ഭാരവാഹികളെ, വന്യരായ ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, നല്ലവരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് പ്രവാചക സ്നേഹത്തിൽ അലിഞ്ഞ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനം ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ കേരളത്തിലുടനീളം റബീൽ ക്യാമ്പയിൻ ആചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി പന്നിക്കടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ നബിദിന സ്വാഗത സംഘം നേതൃത്വം നൽകുന്ന വിവിധ പരിപാടികൾ, ആ പരിപാടികളുടെ ഭാഗമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മമെടുത്ത റബീഉൽ അവ്വൽ 12 നാളെ തിങ്കളാഴ്ച വിവിധ പരിപാടികളിൽ നമ്മുടെ മഹല്ലിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിളംബരം അറിയിച്ച് ഇന്ന് 4 മണിക്ക് പന്നിക്കടം മഹല്ലിൻ്റെ ആത്മീയ നേതൃത്വമായ സാദാത്യങ്ങൾ അന്തിയുറങ്ങുന്ന മക്കാം സിയാറത്ത് ചെയ്ത് തുടർന്ന് നീണ്ടൂർ ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ അങ്കണത്തിൽ ഒരുക്കിയ പ്രത്യേക സ്വീകരണം ഏറ്റുവാങ്ങി തുടർന്ന് AKG നഗറിലുള്ള മദ്രസയിലും ബദരിയ മദ്രസയിലും കുറ്റിയാട് മദ്രസയിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ മഹല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നബിദിന സന്ദേശത്തിൻ്റെ വിളംബരം അറിയിച്ച് ഈ വാഹനജാഥ പന്നിക്കടം സെന്ററിൽ സമാപിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികൾ, വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവരിലേക്കുമുള്ള നായകൻ, വിശുദ്ധ ഖുർആൻ
വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തേക്കുമുള്ള അനുഗ്രഹമായിട്ടാണ് പ്രവാചകരെ അങ്ങേ നിയോഗിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യരിലേക്ക് മാത്രമല്ല, ലോകത്തെ സർവ്വരിലേക്കുമുള്ള അനുഗ്രഹത്തിന്റെ നായകരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ പ്രകൃതം, അവിടുത്തെ ശരീര ഭംഗിയും, അവിടുത്തെ സ്വഭാവത്തിന്റെ അഴകും, അവിടുത്തെ പ്രഭാവവും ലോകത്തിന് അനുഗ്രഹമാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവനയിൽ, അവിടുത്തെ ശോഭയിൽ കൃത്യമായി ലയിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വങ്ങൾ വിളംബരം ചെയ്തിട്ടുണ്ട്. മൈക്കൽ ജിഹാത്ത് എന്ന് പറയുന്ന ലോകത്ത് ശ്രദ്ധേയനായ ഒരു ചരിത്ര പണ്ഡിതൻ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 വ്യക്തികളുടെ ചരിത്രം ശേഖരിക്കുകയും ആ ചരിത്ര പുസ്തകം ലോകത്തിന് സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ദി 100 എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച നായകന്മാരെ മുന്നിൽ നിന്ന് നയിക്കാൻ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരുപാട് തവണ അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടി വന്നില്ല. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ചത് മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ടു ലിസ്റ്റ് ഓഫ് ദി വേൾഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച്, അദ്ദേഹത്തിന്റെ പ്രയോഗം തന്നെ എങ്ങനെയാണ്, മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ്. ഇനി അതിനപ്പുറം മറ്റൊന്നും പറയാനില്ലല്ലോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി കൃത്യമായി ഉപയോഗപ്പെടുത്തി ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 ആളുകളുടെ ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകർ, ലോകത്തിന്റെ നായകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്ത എന്റെ ഈ തീരുമാനം, ആ തീരുമാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു, may be surprise to some readers and may be questioned by others. ചില വായനക്കാർ എന്നെ ചോദ്യം ചെയ്തേക്കാം, മറ്റു ചിലർക്ക് അത്യത്ഭുതങ്ങൾ ഉണ്ടായേക്കാം. അദ്ദേഹം കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറയുന്നു, but he was the only person in history. ചരിത്രത്തിൽ ഒരേ ഒരു വ്യക്തിത്വത്തെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. He would succeed in solving on both religious and secular level. ലോകത്തും മതകാര്യങ്ങളിലും മതേതര കാര്യങ്ങളിലും ലോകത്ത് സർവ്വജനങ്ങളുടെയും കാര്യങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ അവർക്ക് ആശ്വാസവും സമാധാനവും അവർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ സമർപ്പിക്കുന്നതിൽ പരിപൂർണ വിജയം നേടിയ ഒരു നായകനെ ലോകത്തിലേക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണെന്ന് മൈക്കൽ ജിഹാത്ത് ലോകത്തോട് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ അന്ത്യപ്രവാചകരുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയെ മുത്തുനബിയിൽ നമുക്ക് കാണാൻ കഴിയും. ഹിറാ ഗുഹയിൽ ഏകനായിരിക്കുമ്പോൾ മലക്ക് ജിബ്രീൽ അധ്യാപകന്റെ റോളിൽ കടന്നു വന്ന് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ തിരികൊളുത്തുമ്പോൾ അച്ചടക്കമുള്ള അനുസരണയുള്ള ലോകത്തിന് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാൻ കഴിയും. മാതൃകയുള്ള അധ്യാപകനെ കാണാൻ കഴിയും. ലോകത്തോട് അവിടുന്ന് പറഞ്ഞത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഞാൻ ലോകത്ത് ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവിടുത്തെ അധ്യാപന രീതി ഇന്നും ചരിത്രത്തിൽ ഏറെ മാതൃകയായി അധ്യാപന രീതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പഠിപ്പിച്ച വലിയ വലിയ മഹാന്മാർ മുത്തുനബിയുടെ അധ്യാപന രീതി കടമെടുത്തുകൊണ്ട് അവർ മാതൃകയാക്കാൻ വേണ്ടി പറയുകയാണ്. തന്റെ മുന്നിലിരിക്കുന്ന പഠിതാക്കൾ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കോടാനക്കോടി പഠിതാക്കൾ, അവരിലേക്ക് വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ ഇട്ടുകൊടുക്കുന്നത് തന്നിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് ഒരുപാട് നല്ല രീതിയിൽ അവരെ ജിജ്ഞാസുക്കളാക്കി അവർക്ക് വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ ഇട്ടുകൊടുക്കുന്ന സ്വഭാവം. അപ്രകാരം തന്നെ ഏറ്റവും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാൻ കഴിയും. ആയിഷ ബീവി അവിടെ കൃത്യമായി പറയുകയാണ്, അല്ലാഹുവിന്റെ തിരുദൂതൻ എന്ന് പറയുന്ന ഭർത്താവ് ലോകത്തിന് മാതൃകയാണ്. ഒരിക്കലും തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല, ഒരു സേവകനെയും വേദനിപ്പിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ലോകത്തോട് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്, അക്മലുൽ മുഅ്മിനീന ഈമാന, ലോകത്ത് ഏറ്റവും കൂടുതൽ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തിയവർ അഹ്സനുഹും അഖ്ലാഖ, അവരിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ അള്ളാഹുവിന്റെ തിരുദൂതൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, സ്വന്തം ജീവിത പങ്കാളിയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവരാരോ അവനാണ് ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ. ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ അളക്കാൻ കഴിയുന്ന അളവുകോല് അവന്റെ സംസാര ശൈലിയാണ്. മനുഷ്യരിലേക്ക്
വെറുപ്പുളവാക്കുന്ന സംസാരങ്ങളാണോ? മനുഷ്യരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമർപ്പിക്കുന്ന സംസാരങ്ങളാണോ? ഇത് തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യനെ കുറിച്ച് വിലയിരുത്താൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് 10 വർഷത്തോളം അവിടുത്തെ സേവകനായി അവിടുത്തെ കൂടെ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ. അള്ളാഹുവിന്റെ തിരുദൂതർ മ്ലേച്ഛമായ ഒരു വാക്കും സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്രകാരം തന്നെ മലിനമായ ഒരു പ്രവർത്തനവും അവിടുത്തെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. സർവ്വ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായി ലോകത്തിന്റെ മുന്നിൽ മാതൃക കാണിച്ച വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് വിശുദ്ധ പ്രവാചകരുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ സോഷ്യൽ മീഡിയകളിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ആളുകൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതരുടെ സഹിഷ്ണുതയും സമാധാനവും പാരസ്പര്യവും അവിടുത്തെ വിട്ടുവീഴ്ചയും അവിടുത്തെ സഹനശക്തിയും അവിടുത്തെ ക്ഷമയും നമുക്ക് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. ശത്രുക്കളോട് പോലും സഹിഷ്ണുതയോടുകൂടി വർത്തിച്ചവരായിരുന്നു. യമാമയുടെ ഭരണാധികാരി സുമാമ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു. മുസ്ലിമീങ്ങളെ കണ്ടാൽ ക്രൂരമായി പീഡിപ്പിക്കുന്നവരായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇസ്ലാമിന്റെ സമാധാന ഭൂമികയായ മദീനത്തുൽ മുനവ്വറയിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ ഇസ്ലാമിന്റെ ഭടന്മാർ ഒരു തൂണിൽ കെട്ടിയിട്ടു. ആ തൂണിൽ കെട്ടിയിടപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ തിരുദൂതർ, ലോകത്തിന്റെ നായകർ, കാരുണ്യത്തിന്റെ തിരുദൂതർ അത് കണ്ട സന്ദർഭത്തിൽ തന്റെ അനുചര വൃന്ദത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത്തുലിക്കൂ സുമാമ, നിങ്ങൾ സുമാമയെ വേദനിപ്പിക്കരുത്. അവൻ നമ്മോട് എത്ര വൃത്തിഹീനമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം അവനോട് സഹിഷ്ണുതയോടുകൂടി വർത്തിക്കലാണ്. അവരുടെ അവകാശങ്ങളെ പിച്ചു ചീന്തുന്ന സ്വഭാവമല്ല എന്ന് പറയുകയും സുമാമയെ സ്വതന്ത്രനാക്കിയ സന്ദർഭത്തിൽ സുമാമ അള്ളാഹുവിന്റെ തിരുദൂതരോട് പറയുന്നുണ്ട്, ഇത്രയും സൗന്ദര്യാത്മകമായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങയെ ഇല്ലായ്മ ചെയ്യാൻ, അങ്ങയുടെ അനുയായികളെ കിരാതമായ മർദ്ദനങ്ങൾക്കിരയാക്കാൻ എന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. മാപ്പ് നൽകണമെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ സമത്വം സത്യമീ സമ്പൽപാതയിലേക്ക് കടന്നു വന്ന് ആ മനുഷ്യൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സംസ്കാരവും സ്വഭാവവും വെച്ച് പുലർത്തുന്നവനായി നാട്ടിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം പിന്നീട് പ്രഖ്യാപിക്കുന്നത്, ഇനി മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഈ വിവരമറിഞ്ഞ് ഇസ്ലാമിന്റെ നായകൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, സുമാമാനിന്റെ നാട്ടിൽ ഈ ഭരണം നടക്കുമ്പോ അവിടുത്തെ ഭരണീയരായ ആരായാലും അവര് വിശ്വാസികളാവട്ടെ, അവൻ അവിശ്വാസികളാവട്ടെ, അവര് മുസ്ലിമീങ്ങളാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, അവിടുത്തെ സർവ്വരോടും കരുണ ചെയ്യുന്ന സ്വഭാവത്തിന്റെ ഉടമയാകണം. അതാണ് എന്റെ മാർഗമെന്ന് പറഞ്ഞുവെങ്കിൽ ആ തിരുദൂതരെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് അവിടുത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ മദീനത്തുൽ മുനവ്വറയിൽ അള്ളാഹുവിന്റെ തിരുദൂതരെ സന്ദർശിക്കാൻ നജ്റാനിൽ നിന്നുള്ള ക്രൈസ്തവ പുരോഹിതന്മാർ കടന്നു വന്നു. അസർ നിസ്കാരത്തിന്റെ സമയമായപ്പോ അള്ളാഹുവിന്റെ തിരുദൂതരും അനുയായികളും നിസ്കാരത്തിലേക്ക് കടന്നു വന്നു. ആ ക്രൈസ്തവ പുരോഹിതന്മാരുടെ ആരാധനയുടെ സമയമായപ്പോ അവർ അവിടെ നിന്ന് എണീറ്റ് പോകാൻ ശ്രമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവിടെ തന്നെ ആരാധനയ്ക്ക് വേണ്ടി സൗകര്യമൊരുക്കാൻ, സംവിധാനത്തിന്റെ സാഹചര്യങ്ങളുടെ വഴിയൊരുക്കാൻ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ സഹാബാക്കളിൽ ചില ആളുകൾ പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങളുടെ ആരാധനാലയമാണ്, ഇവിടെ നിങ്ങൾ ആരാധന അർപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകർ, കാരുണ്യത്തിന്റെ നായകർ ആ ക്രൈസ്തവ പുരോഹിതന്മാരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആരാധനയുടെ സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ആരാധന അർപ്പിക്കാമെന്ന് പറഞ്ഞുവെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ തിരുദൂതരുടെ സഹിഷ്ണുത സ്വഭാവം എന്ന് പറയുന്നത്. ഞാൻ ഓർത്തു പോകുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരുടെ അനുയായിയായി ലോകത്തിന് മാതൃക കാണിച്ചൊരു ഭരണാധിപനായിരുന്നു അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്നത്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഭരിക്കുമ്പോ അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി. കന്യാമറിയത്തിന്റെ മൂക്ക് ആരോ മുറിച്ചു മാറ്റി, അവിടെ വിപ്ലവങ്ങൾ ഉണ്ടായി, കലാപാന്തരീക്ഷം ഉണ്ടായി. ക്രൈസ്തവ പുരോഹിതന്മാർ അവിടുത്തെ ഭരണാധിപനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു, ഞങ്ങൾക്ക് പരാതി പറയാനുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ മൂക്ക് ഛേദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പകരം ചോദിക്കണം. അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, ഞാൻ വെള്ളിയുടെ മൂക്കുണ്ടാക്കി തരാം, പറ്റില്ല, നിങ്ങളുടെ അഭിമാനം വെച്ചിച്ചതിന് പകരമാകില്ല. ഞാൻ സ്വർണത്തിന്റെ മൂക്ക് നിർമ്മിച്ചു തരാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പകരമാകില്ല. അവസാനം അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, എന്നാൽ മൂർച്ചയുള്ള ഒരു കഠാര നിങ്ങൾ കൊണ്ടുവരണം, ഒരു കത്തി കൊണ്ടുവരണം. അവർ കൊണ്ടുവന്ന സന്ദർഭത്തിൽ ആ കത്തി തന്റെ മൂക്കിന്റെ മുകളിൽ വെക്കാൻ ശ്രമം ആരംഭിച്ചുകൊണ്ട് അംർ ഇബ്നുൽ ആസ് പറയുന്നുണ്ട്, ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരോട് നീതി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇന്നു മുതൽ ഈ ഭരണാധിപന് മൂക്ക് വേണ്ട എന്ന് പറഞ്ഞ മൂക്ക് മുറിക്കാൻ ശ്രമിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നുണ്ട്, ഇത്രയും കടപ്പാടും നീതിബോധവും ഇത്രയും മനുഷ്യാവകാശങ്ങൾ
അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നവരുമായ ഒരു ഭരണാധിപനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് നിങ്ങൾ ഇതിന് പാഠം ഉൾക്കൊണ്ടത് എന്ന് ചോദിച്ചപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ നായകൻ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലുഹു അദിലു. അല്ലാഹുവിന്റെ തിരുദൂതർ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു ജനതയോട് എങ്ങനെ വർത്തിക്കണം, അവരോട് നീതിയോടെ വർത്തിക്കണമെന്നാണ്. അത് മുസ്ലിമായാലും നീതിയോടെ വർത്തിക്കണമെന്ന് പഠിപ്പിച്ച വിശുദ്ധ പ്രവാചകൻ അനുയായിയായതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവവും സംസ്കാരവും എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ലോകത്ത് പ്രിയപ്പെട്ടവരെ നീതിയുടെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അർദ്ധഫിഖറായി ഈ രാജ്യത്തുടനീളം സ്വാതന്ത്ര്യ സമര ഭൂമികയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുന്നണി പോരാളിയായി നയിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മജി അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ്. കാരണം അത് നീതിയുക്തമായ ഭരണമാണ്, നീതിയുടെ കാവലാളാണ് ഖലീഫ ഉമർ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ആവാഹിച്ചെടുത്ത സ്വഭാവവും സംസ്കാരവുമാണ് ഖലീഫ ഉമറിനെ ലോകത്തിന്റെ നായകരാക്കി മാറ്റിയത്. അല്ലാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. മനുഷ്യരോട് മാത്രമല്ല, ജന്തുക്കളോട്, സസ്യങ്ങളോട്, മിണ്ടാ പ്രാണികളോട് സർവരിലേക്കും കാരുണ്യമായിരുന്നു. ഉറുമ്പിൻ കൂട്ടത്ത് കരിച്ചു കളയുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ആ പാവപ്പെട്ട ഉറുമ്പിൻ കൂട്ടത്തെ സൃഷ്ടിച്ചതും നിന്നെ സൃഷ്ടിച്ചതും ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ ഉറുമ്പിൻ കൂട്ടത്തെ നീ കരിച്ചു കളയുന്നത് ആ റബ്ബ് തൃപ്തിപ്പെടുകയില്ലടാ, പാവപ്പെട്ട ഉറുമ്പുകളോട് കരുണ കാണിക്കണമെന്ന് പറയുകയാണ്. അനുചര വൃന്ദം ഒരിക്കൽ പ്രാക്കുഞ്ഞിനെ സമ്മാനമായി അല്ലാഹുവിന്റെ തിരുദൂതർക്ക് സമർപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ തിരുദൂതരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രാക്കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് നൽകുമ്പോ ഇതിന്റെ തള്ളയുണ്ട്, പ്രാത്തള്ളയുണ്ട്, എത്രമേൽ വട്ടമിട്ട് പറന്ന് കരഞ്ഞുകൊണ്ട് അതിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ എനിക്ക് ഈ പ്രാക്കുഞ്ഞിനെ സമ്മാനമായി നൽകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ പ്രാത്തള്ളയുടെ അകത്തിലേക്ക് ഈ പ്രാക്കുഞ്ഞിനെ തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കലാണെന്ന് പറഞ്ഞ ലോകത്തിന്റെ നായകനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ തിരുദൂതരുടെ അരികിലേക്ക് ഒരു ഒട്ടകം കരഞ്ഞു വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ തിരുദൂതരോട് പരാതി പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കണം. ലോകത്ത് സർവരിലേക്കുമുള്ള പ്രവാചകരാണ്, മനുഷ്യരിലേക്ക് മാത്രമല്ല. ഒരു മലവേടൻ എന്നെ പിടികൂടിയിട്ട് എന്നെ കശാപ്പ് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്, എന്നെ എന്റെ മക്കളുടെ അരികിലേക്ക് ഒന്ന് പറഞ്ഞേക്കാനൊന്ന് ജാമ്യം നിൽക്കുമോ എന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ ആ മലവേടനോട് പറയുന്നുണ്ട്. ഈ പാവപ്പെട്ട ഒട്ടകത്തിനോട് കരുണ കാണിക്കാനുള്ള മനസ്സിന് എനിക്കില്ല എങ്കിൽ നീ മനുഷ്യത്വം മരവിച്ചവനാണ്. ആ ഒട്ടകത്തെ തന്റെ മക്കളിലേക്കൊന്ന് പറഞ്ഞേക്കണം. മലവേടൻ പരിശുദ്ധ റസൂലിനോട് ആക്രോശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്, അത് പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്, ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ഒട്ടകത്തിനോട് കരുണ കാണിക്കാൻ അല്ലാഹുവിന്റെ തിരുദൂതർ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ജാമ്യം നിന്നുവെങ്കിൽ ആ ഒട്ടകം തിരികെ വരാൻ വൈകിയപ്പോ അല്ലാഹുവിന്റെ തിരുദൂതരുടെ ശർഫാക്കപ്പെട്ട ശരീരത്തിൽ കൈവച്ച് ആക്രമിക്കാൻ മുന്നോട്ട് വരുമ്പോ ഒട്ടകം അതിവേഗതയിൽ ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ തിരുദൂതരെ വേദനിപ്പിക്കരുത്, എന്നെ പിടികൂടിക്കോ എന്ന്. ഇതാണ് അല്ലാഹുവിന്റെ തിരുദൂതരുടെ സ്വഭാവം. അവിടുത്തെ സ്വഭാവം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, നയതന്ത്രജ്ഞനായിരുന്നു, സൈന്യാധിപനായിരുന്നു, സർവ്വസൈന്യാധിപനായിരുന്നു, തൊഴിലാളികൾക്ക് വേണ്ടി അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ സമരനായകനായിരുന്നു, സ്ത്രീവർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചവനായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ അവിടുന്ന് കടന്നു വരുന്ന സാഹചര്യത്തിൽ ജീവനോടുകൂടി സ്ത്രീകളെ കുഴിച്ചു മൂടുകയും അവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തുകയും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ തിരുദൂതർ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മൻ ആല സലാസ ബനാത്, ആരെങ്കിലും പെൺമക്കളെ പോറ്റി വളർത്താൻ മുന്നോട്ട് വന്നാൽ അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, കുന്നലഹു സിത്റൻ മിനന്നാർ, പെൺമക്കളോട് കാരുണ്യത്തോടെ വർത്തിച്ചാൽ നിങ്ങൾക്ക് നരകത്തിന്റെ മുന്നിലുള്ള മറയായി ആ മക്കൾ ഉണ്ടായിരിക്കും. പെൺമക്കളോട് കാരുണ്യത്തോടെ വർത്തിക്കണമെന്ന് പറഞ്ഞ് സ്ത്രീവർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ വിശുദ്ധ പ്രവാചകനെ കാണാൻ കഴിയും. അപ്രകാരം തന്നെ തൊഴിലാളികൾക്ക് വേണ്ടി രക്തരഹിത വിപ്ലവം നടത്തിയ മഹാനു തന്നെ അല്ലാഹുവിന്റെ തിരുദൂതരിൽ കാണാൻ കഴിയും. അപ്രകാരം തന്നെ ലോകത്ത് അടിമവിമോചനത്തിന് വേണ്ടി ശക്തമായ ശബ്ദമുഴക്കിയ അല്ലാഹുവിന്റെ തിരുദൂതരെ കാണാൻ കഴിയും. ഞാൻ ദീർഘമാക്കുന്നില്ല, എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ തിരുദൂതരുടെ 1499 ജന്മദിനം വളരെ വിപുലമായി പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സ്വാഗത സംഘത്തിന്റെ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ റബീഉൽ അവ്വൽ 12 ജന്മദിനത്തിന്റെ നബിദിനത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മഹല്ലിന്റെ മുക്കിലും മൂലയിലും ഈ വാഹനജാഥയുമായി കടന്നു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പ്രഭാതത്തിൽ തന്നെ സുബഹിയോടടുത്ത സമയത്താണ്, അഥവാ പ്രഭാത നിസ്കാരത്തിനോട് അനുബന്ധമായ സമയത്താണ് അല്ലാഹുവിന്റെ തിരുദൂതർ ലോകത്തെ
മഹലിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതും ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഈ തിങ്കളാഴ്ച ആ പ്രഭാത സന്ദർഭത്തിൽ ഏകദേശം 5 മണിയോടടുത്ത സന്ദർഭത്തിൽ 4 മണിക്ക് ശേഷം തന്നെ എല്ലാ പള്ളികളിലും അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൗലീദ് പാരായണത്തിന്റെ ബറക്കത്താക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട സദസ്സൊരുക്കുകയാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഓരോ മദ്രസകളിൽ നിന്നും ഈ മഹല്ലിലെ 5 ബ്രാഞ്ച് മദ്രസകളിൽ നിന്നും 7 മണിക്ക് പതാക ഉയർത്തി അവിടെ നിന്ന് ഘോഷയാത്രയായി നമ്മുടെ ജുമാ മസ്ജിദിന്റെ ഗ്രൗണ്ടിലേക്ക് വന്ന് ഈ മഹല്ലിന്റെ ഐക്യവും ഐശ്വര്യവും ഈ മഹല്ലിന്റെ ഏറ്റവും വലിയ നന്മയും വിളംബരം ചെയ്തുകൊണ്ടുള്ള നബിദിന സന്ദേശ സ്നേഹ ജാഥ നാളെ രാവിലെ 8 മണിക്ക് ഈ മഹല്ലിന്റെ നേതാക്കളുടെയും മുസ്താദുമാരുടെയും സാദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ ഈ മഹല്ലിലെ മുഴുവൻ പ്രവാചക സ്നേഹികളും മണിനിരന്നുകൊണ്ട്, മുഴുവൻ യുവാക്കളും മുഴുവൻ കുട്ടികളും മുഴുവൻ രക്ഷിതാക്കളും മണിനിരന്നുകൊണ്ട്, ആവാരവൃത്തം ജനങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാളെ രാവിലെ 8 മണിക്ക് നബിദിന സന്ദേശ സ്നേഹയാത്ര നടക്കുകയാണ്. അപ്രകാരം തന്നെ അത് കഴിഞ്ഞാൽ പ്രവാചക പ്രകീർത്തന സദസ്സും അവിടുത്തെ പേരിലുള്ള തബറുക്ക് വിതരണവും ഒക്കെയായി വ്യത്യസ്ത പരിപാടികൾ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ തുടങ്ങി വെച്ച പരിപാടികൾക്ക് വളരെ വിപുലമായി നടത്തിക്കൊണ്ട് ഈ വർഷവും നബിദിന ആഘോഷം ആചരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സമുദായ സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധ പ്രവാചകനെ കുറിച്ച് പഠിക്കാനും പകർത്താനും അതിലൂടെ വിജയം നേടുവാനും എല്ലാവരും സന്നദ്ധരാകണമെന്ന് ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കാൻ സന്മനസ് കാണിച്ച മുഴുവൻ ആളുകളോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സ്നേഹവും സമാധാനവും സന്തോഷവും പാരസ്പര്യവും സൗഹൃദവും ഒക്കെ നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഈ ജാഥയുടെ ക്യാപ്റ്റനും പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആദരണീയനായ അധ്യക്ഷനുമായ ജനാബ് എ ഹസൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി ആരംഭിച്ച നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിളംബര റാലിയുടെ വിളംബര സന്ദേശ യാത്രയുടെ സമാപനമാണ് ഇവിടെ നടന്നത്. ഇവിടെ ഇതിൽ പ്രഭാഷണം നടത്തിയ പന്നിത്തടം മഹല്ലിന്റെ ഖത്തീബും എല്ലാമായ സാലിയാൻമരി ഉസ്താദ് അവർകൾ അദ്ദേഹത്തിനോട് നന്ദി പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചുകളിലും സന്ദേശം നൽകിയ മുഹമ്മദ് അലി ടിഫി, ഖാജ ഹുസൈൻ, SP ഉമർ മൗലവി, കൂടാതെ മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, മഹല്ല് സെക്രട്ടറി മോദ് പുരടിയിൽ അടക്കമുള്ള ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ, പൊതുജനങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ രാവിലെ നടക്കാൻ പോകുന്ന റാലി, അതുപോലെ തന്നെ ഇവിടെ വർഷങ്ങളായി ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളൊക്കെ ഈ റാലിക്കൊക്കെ ഊഷ്മളമായ വരവേൽപ്പും സ്വീകരണമൊക്കെ നൽകാറുണ്ട്. അവരോടുള്ള ആകമഴിഞ്ഞ നന്ദിയും ഈ സമയത്ത് പറയുകയാണ്. മുഴുവൻ ആളുകളും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നബിയോടുള്ള 1499ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പന്നിത്തടത്തിലെ മുഴുവൻ ജനങ്ങളോടും, പ്രത്യേകിച്ച് ഇന്ന് ഓണമാണ്, അവരോട് ഇതിന് ആശംസകൾ ഇതോടൊപ്പം അറിയിക്കുന്നു. നാളത്തെ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും, ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. اللهم صل على محمد يا رب صل عليه وسلم.